നമസ്തേ കുട്ടികളെ, ഇന്ന് കർക്കിടകം 30 വെള്ളിയാഴ്ചയാണ്. ഞാൻ 10 ഇല കറി വയ്ക്കാൻ പോട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം താളിൻ്റെ ഇല, താളാണ് കേട്ടോ ഇത് തകര. ഇതെല്ലാവരും ഈ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ ഉള്ളതാണ്. പിന്നെ ചീര, ഇത് നെയ്യൂറിനിക്ക് പകരമാണ് ഞാൻ ചീര എടുത്തിരിക്കുന്നത്. നെയ്യൂറിന് കിട്ടിയിട്ടില്ല. ഇത് തുമ്പ, ഇത് ആനത്തുമ്പ എന്ന് പറയും, കൊടിത്തൂവ എന്നൊക്കെ പറയും, അതാണ് കേട്ടോ. ഇത് വന്നിട്ട് തഴുതാമ, ഇത് വളരെ നല്ല ഗുണമുള്ളൊരു സാധനമാണ് തഴുതാമ. പിന്നെ ചേമ്പിൻ്റെ ഇല, മറ്റേ താള്, ഇത് ചേമ്പ്. ഇനി അടുത്തതായിട്ട് ചേനയുടെ ഇല, അടുത്തതായിട്ട് കുമ്പളത്തിൻ്റെ ഇല, അടുത്തതായിട്ട് മത്തയുടെ ഇല, ഇത് മത്തയുടെ ഇല. ഇത് വന്നിട്ട് പയറിൻ്റെ ഇല, നമ്മൾ പച്ചപ്പയറൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതിൻ്റെ ഇല കേട്ടോ. ഇതാണ് 10 ഇലകൾ. ഈ 10 ഇലകളും നമുക്ക് തോരൻ വയ്ക്കാം. എല്ലാം നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ്, അല്ലെങ്കിൽ നൈസായിട്ട് അരിഞ്ഞെടുത്ത്, നല്ല കഴുകിയാണ് ഇല എടുത്തത്. അതിന് ശേഷമാണ് നമ്മൾ അരിയണത്. നല്ല ഇതേമാതിരി അരിഞ്ഞെടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് തോരൻ വയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പൊക്കെ ഇട്ട് ഇടാം. ഞാൻ ഉഴുന്നും പരിപ്പ് മാത്രമേ ഇടണുള്ളൂ. ഉഴുന്നും പരിപ്പ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ഉഴുന്നും പരിപ്പ് മൂത്ത ശേഷം നമുക്ക് അതിലേക്ക് സബോള അരിഞ്ഞത്, ചെറിയ കഷ്ണങ്ങളാക്കിയത് സബോള അരിഞ്ഞത്, അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞിടാം കേട്ടോ. നമ്മുടെ സബോളയാണ്. അതിലേക്ക് കുറച്ച് ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും ആ ജീരകവും ഒക്കെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിയും മുളകൊക്കെ നല്ലോണം മൂത്തുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമുക്ക് ഈ 10 ഇലയിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഇടുന്നത് എന്താ വെച്ചാൽ പച്ച വാസന പച്ച ചൊയ പോകാൻ വേണ്ടിയിട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 10 ഇലകളും ഇട്ട് കൊടുക്കാം. നല്ല ചൂടായിട്ടിരിക്കുന്ന ചീഞ്ചട്ടിയല്ലേ, അതിലേക്ക് നല്ലോണം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഈ കർക്കിടക മാസത്തിൽ ഈ 10 ഇല കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കഴിയുമെങ്കിൽ എല്ലാം വെള്ളിയാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുക്കാം. എല്ലാം ഈ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ എല്ലാവർക്കും പിടിക്കുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വയറിന് ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഈ 10 ഇല. അതിലേക്ക് നമ്മൾ ചിരകി വെച്ച ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെല്ലാ തോരനും തേങ്ങ ഇടലും. അതുകൊണ്ട് ഇപ്പോൾ ഇത് തേങ്ങ ഇട്ടില്ലെങ്കിലും ഈ 10 ഇല തോരൻ ഇങ്ങനെ വെറുതെ കടുകും മുളകും വറുത്തിട്ടിട്ട് കൂടെ കഴിക്കാമല്ലോ. കുട്ടികൾക്കൊക്കെ സ്വാദിന് വേണ്ടി കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ സ്വാദിഷ്ടമായ 10 ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും 10 ഇല വെച്ച് കഴിക്കുക. 10 ഇല, ഞാൻ ഈ പറയുന്ന 10 ഇലകൾ കിട്ടിയില്ലെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ചീരക്കറികൾ ഉണ്ടാക്കാൻ നോക്കുക. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.